ശ്രീ മുരളീധരൻ കിഴക്കോത്ത് അവരുടെയും ഈ സംഘാടക സമിതിയുടെയും ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും വേണ്ടി ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. കൊണ്ട് ഈ പരിപാടി താങ്ക് യു. അടുത്തതായി ഈ ചടങ്ങിന് ഏതാനും വാക്കുകൾ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് സെക്രട്ടറിയും നിങ്ങളോട് 2 വാക്ക് സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, തിരുവമ്പാടി ബ്ലോക്കിന്റെ അധ്യക്ഷ സ്ഥാനത്ത് 2 ദിവസത്തോളം നിലനിന്നിട്ടുണ്ട്. മനസ്സിലാക്കിയിടത്തോളം വളരെ കൃത്യമായ രീതിയിൽ തന്നെ ശക്തമായ ഒരു കമ്മിറ്റിയാണ് നിലവിൽ ഇവിടെ ഉണ്ടായിരുന്നത്. നല്ല പ്രവർത്തനം, എടുത്തു പറയത്തക്ക പ്രവർത്തനമാണ് ഈ നേതൃസ്ഥാനത്ത് ആയിരുന്നവർ ചെയ്തിട്ടുള്ളത്. എല്ലാ ഭാഗങ്ങളിലും സംഘടനാ പ്രവർത്തനങ്ങൾ കൃത്യമായി എത്തിക്കുന്നതിലും അതിലുപരിയായി കൃത്യതയോടുകൂടി സംഘടന മുന്നോട്ട് പോകണമെന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി തന്നെ കർശനമായ രീതിയിൽ തന്നെ നമ്മുടെ ജില്ലാ സെക്രട്ടറിയും ജില്ലാ അധ്യക്ഷനും ഒക്കെ നിർദ്ദേശങ്ങൾ നൽകുകയും സുദീർഘമായ സേവനങ്ങൾ സംഘടനയ്ക്ക് വേണ്ടി ചെയ്തു വരികയും ചെയ്തിട്ട് അതിന്റെ ഭാഗമായി 2 വർഷം പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. പിന്നെ ഈ സംഘടനയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ നേതൃസ്ഥാനത്തേക്ക് വരുന്ന ഏതൊരു വ്യക്തിക്കും എപ്പോഴും പിടിവള്ളിയായിക്കൊണ്ട് നമുക്ക് കരുത്തേറുന്ന ശക്തരായ ആദ്യകാല നേതാക്കന്മാർ നമ്മുടെ മുൻനിരയിൽ തന്നെ ഉള്ളതുകൊണ്ട് നമ്മൾ നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളൊരു പ്രവർത്തനം മാത്രം ഏറ്റെടുത്താൽ മതി. കാരണം അത്രത്തോളം നമ്മുടെ സംഘടന വലുതായിട്ടുണ്ട്, ഉയരങ്ങളിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള വസ്തുത നാം എല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്നിരുന്നാലും പുതിയ കമ്മിറ്റിയോടെ നിലവിൽ വന്നിട്ടുണ്ട്. ഏതൊരു കമ്മിറ്റിയുടെയും പുതിയതായിട്ട് വരുന്ന ഏതൊരു കമ്മിറ്റിയുടെയും പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പഴയകാല കമ്മിറ്റികൾ തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ എന്തൊക്കെ പൂർത്തീകരിക്കാറുണ്ടോ അതൊക്കെ പൂർത്തീകരിക്കുക, തുടർ പ്രവർത്തനങ്ങൾ നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കൂടി തെരഞ്ഞെടുത്ത നേതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ സംഘടനയ്ക്ക് വേണ്ടി കഴിവിന്റെ പരമാവധി എല്ലാ പ്രവർത്തനങ്ങൾക്കും മുന്നിൽ തന്നെ ഉണ്ടാകുമെന്ന് ഈ സമ്മേളന നഗര ചർച്ചയോടെല്ലാവരും ഞാൻ ഉറപ്പുതരികയാണ്. അതുപോലെ ഏതൊരു രാജ്യത്തായിരുന്നാലും ഏതൊരു സംഘടന രാജ്യത്തായിരുന്നാലും നമ്മുടെയൊക്കെ മുന്നേറ്റം എന്ന സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റം തന്നെയാണ്. വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൽ നടപ്പിൽ വരുത്തുന്ന ഏതൊരു പ്രവർത്തനമുണ്ടോ രാജ്യം ഉന്നതിയിലേക്ക് എത്തണമെന്നോ ലക്ഷ്യത്തിൽ തന്നെയാണ് നമ്മൾ സാംസ്കാരിക സാമ്പത്തിക രംഗത്തൊക്കെ നമ്മൾ പഠിക്കൊണ്ട് വരുന്നത്. സംഘടനയുടെ ലക്ഷ്യം അത് തന്നെയാണ്. അതിന് നമുക്ക് മുന്നേറാൻ ആവശ്യമായ രീതിയിൽ തന്നെ വളരെ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള പ്ലാറ്റ്ഫോം, അതായത് WSCC എന്നുള്ള കമ്പനിയുടെ പ്രവർത്തനം നമ്മുടെ സംസ്ഥാന സമിതി രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് ഓരോ മെമ്പർമാരും മനസ്സിലാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ ബ്ലോക്കിലെ പ്രവർത്തനങ്ങളിലും പഞ്ചായത്ത് സമ്മേളനങ്ങളിലും ഒക്കെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പഞ്ചായത്ത് തലങ്ങളിലേക്കും അതുപോലെ മാനേജിംഗ് ഡയറക്ടറിൽ നിന്ന് നമ്മുടെ ബ്ലോക്ക് സമ്മേളനങ്ങളൊക്കെ വന്നുകൊണ്ട് എന്റെ രീതിയിൽ നമ്മുടെ കമ്പനിയുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഉദ്ദേശ ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനി എന്താണെന്നും സംഘടന എന്താണെന്നും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകണം. അതിലൂടെ സാമ്പത്തികമായി നമുക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം വേണം, അതായത് ഭദ്രത വേണം, നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം വേണം എന്നുള്ള പ്രവർത്തനം എല്ലാവരിലും ഉണ്ടാകണം എന്നുള്ള ലക്ഷ്യം സംഘടനയ്ക്ക് ഉണ്ട്. അതിന്റെ നേതൃസ്ഥാനം ഏറ്റെടുത്തുകൊണ്ടായിരുന്നു അവരെല്ലാവർക്കും ഈ നിലയിലേക്ക് പ്രവർത്തിച്ചത്. അതുകൊണ്ട് ഈ ഒരു ജില്ലാ കമ്മിറ്റിയോ അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയോ ഉദ്ദേശിക്കുന്ന പോലത്തെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. കമ്മിറ്റിയിൽ വരുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി ജില്ലാ കമ്മിറ്റി നടപ്പിൽ വരുത്തുകയും അതിനോടനുബന്ധിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനത്തിന് പുരോഗതി വിജയം എന്ന് പറയുന്നത് താഴേത്തട്ടിലുള്ള പഞ്ചായത്ത് കമ്മിറ്റികൾ കൃത്യമായിട്ട് ചലിച്ചു പോവുക എന്നുള്ളതാണ്. അതുപോലെ ബ്ലോക്ക് കമ്മിറ്റികൾ ആണ് ജില്ലാ കമ്മിറ്റിക്ക് ഊർജ്ജം പറയേണ്ടത്. എന്നിരുന്നാലും നമുക്ക് എല്ലാവർക്കും വളരെ ഒത്തൊരുമിച്ച് ആത്മാർത്ഥതയോടുകൂടി നമ്മുടെ ഈ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് എല്ലാ ഭാരവാഹികളും എല്ലാ മെമ്പർമാരും ആത്മാർത്ഥമായിട്ട് സഹകരിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചെറിയ പ്രസംഗം ഞാൻ നിർത്തുന്നു. പുതുതായി തെരഞ്ഞെടുപ്പ് പുതുപ്പാടി അവർക്ക് സംഘാടക സമിതിയുടെ അഭിനന്ദനങ്ങളും കൃതജ്ഞതയും അറിയിക്കുന്നു. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട വോക്ക് ജില്ലാ സെക്രട്ടറി ശ്രീ മുരളീധരൻ പന്നിക്കോട് അവരുടെ 2 വാക്ക് സംസാരിക്കുന്നതിനായി മുരളീധരൻ പന്നൂർ അവരുടെ 2 വാക്ക് സംസാരിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
ഫുട്ക്രാഫ്റ്റ് ഓണേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷൻ ഓഫ് കേരള WOK എന്ന സംഘടനയിൽ കഴിഞ്ഞ 2006 കാലഘട്ടം മുതൽ തന്നെ മെമ്പർഷിപ്പ് എടുത്ത് ഒരുപാട് സംഘടന ഉന്നതിയിലെത്തിയ സമയത്തും തീരെ ഇല്ലാതായി പോയ സമയത്തും സംഘടനയോടൊപ്പം തോളോട് തോൾ ചേർന്നുകൊണ്ട് പ്രവർത്തിച്ച് ഇന്ന് ഈ 2025-ലും സംഘടനയുടെ മെമ്പർഷിപ്പ് നിലനിർത്തി പോരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കഴിഞ്ഞ 4 വർഷക്കാലമായി കോഴിക്കോട് ജില്ലയുടെ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരികയാണ്. സംഘടനാ രംഗത്ത് ഒട്ടേറെ മുന്നേറ്റങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിലേറെ മുന്നേറ്റങ്ങൾ നമുക്ക് ഇനിയും നടത്താനുണ്ട്. നമുക്കറിയാം, കോഴിക്കോട് ജില്ലയിൽ വോക്കിൻ്റെ മെമ്പർമാരുടെ എണ്ണം വളരെ കുറവാണ്. പക്ഷേ വോക്കിലെ മെമ്പർമാരെക്കാട്ടിൽ കൂടുതൽ ആളുകൾ ഈ മരാധിഷ്ഠിത മേഖലയിൽ ജോലി ചെയ്യുന്നവർ പുറത്തുണ്ട് എന്ന വസ്തുത നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെ പരിഗണിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. മുഴുവൻ ആളുകളെയും മരാധിഷ്ഠിത മേഖലയിൽ ജോലിയെടുക്കുന്ന മുഴുവൻ ആളുകളിലേക്കും സംഘടനാ ബോധം എത്തിച്ചുകൊണ്ട് അവരെയൊക്കെ വോക്കിൻ്റെ പ്രവർത്തകരാക്കി മാറ്റാനുള്ള ഒരു പ്രവർത്തനം, അതിന് പ്രത്യേക കർമ്മ പദ്ധതികൾ ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. വലിയ പ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ എല്ലാ കഴിവുകളും നിങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി ഞാൻ ഉപയോഗപ്പെടുത്തും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പരിപൂർണ പിന്തുണയുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നല്ല ഒരു സംഘടനയാക്കി നമുക്ക് എല്ലാവർക്കും മുതൽക്കൂട്ടാവുന്ന തരത്തിലേക്ക് സംഘടനയെ ഉയർത്തിക്കൊണ്ടുപോകാൻ നമുക്ക് കഴിയും. ഏറെ പ്രതിസന്ധികളുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംഘടനാ പ്രവർത്തനം നമ്മളെ സംബന്ധിച്ചിടത്തോളം കടുത്ത വെല്ലുവിളിയിലൂടെയാണ് നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എല്ലാ വെല്ലുവിളികളും ലഘൂകരിച്ചുകൊണ്ട് നിങ്ങളുടെയൊക്കെ പരിപൂർണ പിന്തുണയുണ്ടെങ്കിൽ എല്ലാ വെല്ലുവിളികളും നമുക്ക് ലഘൂകരിച്ച് മുന്നേറാൻ നമുക്ക് കഴിയും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ സംസാരിച്ച വോക്ക് ജില്ലാ സെക്രട്ടറി ശ്രീ മുരളീധരൻ പന്തൂർ അവർക്ക് സംഘാടക സമിതിയുടെ അഭിനന്ദനങ്ങളും കൃതജ്ഞതയും അറിയിക്കുന്നു. അതിന് നല്ലൊരു ശക്തിയുള്ള കമ്മിറ്റിയാണ് ഇറങ്ങിപ്പോയത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രചോദനം നിങ്ങൾ ഇത്രയും നല്ലൊരു കമ്മിറ്റി കഴിഞ്ഞ ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളാണ് നമ്മുടെ മുന്നിൽ ഇത്രയും നല്ല വലിയൊരു സദസ്. അതേ അഭിനന്ദനം അറിയിക്കുകയാണ്. ഏകദേശം 1200 മെമ്പർഷിപ്പുണ്ട്. ഇനി വരുന്ന 2027 മിഷന്റെ കാലാവധിക്ക് 3000 മെമ്പർഷിപ്പ് നമ്മൾ ഒത്തൊരുമിച്ചാൽ നടക്കും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട്. ഏതായാലും രാവിലെ ഇരിക്കുന്നതാണ്, എല്ലാവരും ഫോണിൽ തിരക്കുണ്ട്. അപ്പോൾ ഏതായാലും ഇവിടെ എത്തിയ പുതിയ കമ്മിറ്റിക്ക് നിങ്ങളോട് വളരെ ഇതിനുള്ള പ്രവർത്തനത്തിൽ എല്ലാ മികവും തെളിയിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ സഹായസഹകരണങ്ങളുടെയും മാത്രമേ ഞങ്ങൾ ഒരു കമ്മിറ്റിയുടെ ഭാഗമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് കാര്യമില്ല. നിങ്ങളെ സഹായം കൊടുത്താൽ നിങ്ങളാണ് ഞങ്ങളുടെ ശക്തി. ഓരോ പഞ്ചായത്ത് അടിത്തറ പഞ്ചായത്താണ്. പഞ്ചായത്തിന്റെ പ്രവർത്തനം ഏകീകരിച്ച് നല്ല പ്രവർത്തനം നടത്തിയാൽ മാത്രമേ മേലെ കിടക്കുകയും പാടുള്ളൂ. എന്നിട്ടൊക്കെ ബ്ലോക്ക് കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റികളുണ്ട്. അപ്പോൾ പഞ്ചായത്ത് അടിത്തറ ആകിയാൽ മാത്രമേ നമുക്ക് സംഘടനയെ ശക്തമായി കൊണ്ടുപോകാൻ പറ്റൂ. ഏതായാലും എല്ലാവരും നല്ലൊരു പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് നമുക്ക് ഒന്നിച്ച് മുന്നേറാമെന്ന ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ പുതിയ കമ്മിറ്റി ആശംസകളുണ്ട്. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട് സംസാരിച്ച വോക്ക് ജില്ലാ ട്രഷറർ ശ്രീ ഷാജി ക്ലാസിക് അവർക്ക് സംഘാടക സമിതിയുടെ ഹൃദയം നിറഞ്ഞ കൃതജ്ഞതയും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു.